ഫലപ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മെയ് 4-നാണ് വോട്ടെണ്ണൽ. നാളെ 29-ന് ഏപ്രിൽ 29-ന് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കും ബംഗാളിൽ. അതിനുശേഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ വരും. നാളെ വൈകുന്നേരം തന്നെ കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദൃശ്യമാധ്യമങ്ങളെല്ലാം അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഏറ്റവും പ്രധാനം സി വോട്ടറിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. മനോരമ ന്യൂസാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത്. മറ്റ് ചാനലുകളും ഇതേപോലെ വിവിധ ഏജൻസികളെ ഉപയോഗിച്ച് സർവേ നടത്തുകയും അതിൻ്റെ ഫലങ്ങൾ നാളെ വൈകുന്നേരത്തോടുകൂടി പുറത്തുവിടുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേയില്ല. വലിയ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. അടുത്ത 2-3 ദിവസം അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യും. സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊരു പ്രവചനം പുറത്തു വന്നിരിക്കുന്നത് NS മാധവൻ്റെതാണ് പ്രവചനം. NS മാധവനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്, കഥാകൃത്താണ്. കേരള രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വ്യക്തിയാണ്. കേരള രാഷ്ട്രീയം മാത്രമല്ല, ഇന്ത്യ രാഷ്ട്രീയവും അദ്ദേഹം വിശകലനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ പറയുകയും ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവചനമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവചനപ്രകാരം 3-ാം ഭരണം LDFന് ലഭിക്കും എന്നാണ്. 75 സീറ്റുകൾ നേടിക്കൊണ്ട് LDF വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് NS മാധവൻ പ്രവചിക്കുന്നത്. ഓരോ ജില്ലകളുടെ കണക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് കഴിഞ്ഞാണ് അദ്ദേഹം LDFനും UDFനും ലഭിക്കുന്ന സീറ്റുകൾ എത്ര എന്ന് പ്രവചിക്കുന്നത്. LDF 75, UDF 65. 65 സീറ്റിൽ ഒതുങ്ങും UDF എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ടൈറ്റ് മത്സരമാണ്. 65, 75 എന്നൊക്കെ പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ വളരെ ടൈറ്റ് മത്സരം, ശക്തമായ മത്സരമാണ് നടന്നത് എന്ന് പറയേണ്ടി വരും. ഓരോ ജില്ലകളുടെയും കണക്കുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിൽ കാസർഗോഡ് ജില്ലയിൽ UDF 2, LDF 3. വലിയ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ തവണ എങ്ങനെയാണോ അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും സംഭവിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ UDF 3, LDF 8. ഒരു സീറ്റ് അധികം UDFന് ലഭിക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ 2 സീറ്റാണ് UDFന് ഉണ്ടായിരുന്നത്. അത് ഇത്തവണ 3 സീറ്റായി ഉയരും എന്നാണ് അദ്ദേഹം പറയുന്നത്. LDFന് 8 സീറ്റ് ലഭിക്കും. വയനാട് UDFന് 3 സീറ്റ്, LDFന് 0 സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ്. കഴിഞ്ഞ തവണ വയനാട് ജില്ലയിൽ LDFന് 1-ഉം UDFന് 2-ഉമാണ്. ആകെ സീറ്റ് 3. അതിൽ ഇത്തവണ 0 സീറ്റ് മാത്രമേ LDFന് ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് NS മാധവൻ പറയുന്നത്. കോഴിക്കോട് വൻ മുന്നേറ്റമുണ്ടാക്കും UDF എന്ന് പറയുന്നു. കോഴിക്കോട് 7 സീറ്റാണ് UDFന് പ്രവചിക്കുന്നത്. LDFന് 6 സീറ്റ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത ജില്ലയാണ്. അവിടെ കോൺഗ്രസ് വൻ മുന്നേറ്റമുണ്ടാക്കും. 7 സീറ്റ് UDF നേടും. 6 സീറ്റ് മാത്രമേ LDFന് ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ തവണ UDFന് ലഭിച്ചത് വെറും 2 സീറ്റാണ് എന്നോർക്കണം. മലപ്പുറത്ത് വൻ മുന്നേറ്റമാണ് UDF ഉണ്ടാക്കുക. ആകെയുള്ള 16 സീറ്റിൽ 15 സീറ്റും UDF നേടും. 1 സീറ്റ് മാത്രമാണ് LDFന് ലഭിക്കുക. അത് പൊന്നാനിയാണോ തവനൂരാണോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. സാധ്യത പൊന്നാനിക്കാണ്. തവനൂരിലും നല്ല മത്സരമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. KT ജലീൽ തോക്കുമോ അതല്ല ജയിക്കുമോ എന്നതേ അറിയാനുള്ളൂ. 1 സീറ്റാണ് മലപ്പുറം ജില്ലയിൽ LDFന് ലഭിക്കുമെന്ന് NS മാധവൻ പറയുന്നത്. പാലക്കാട് ജില്ലയിൽ UDFന് 3 സീറ്റ്, LDFന് 9 സീറ്റ്. പാലക്കാട് ജില്ലയിൽ LDFന്റെ ആധിപത്യം തുടരും. തൃശ്ശൂർ ജില്ലയിൽ LDFന് 11 സീറ്റ്, UDFന് 2 സീറ്റ് മാത്രം. നേരത്തെ ഉള്ളതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും ആധിപത്യം LDF തുടരും. എറണാകുളം ജില്ലയിൽ നേരെ തിരിച്ചാണ്. 11 സീറ്റ് UDFനും 3 സീറ്റ് മാത്രമേ LDFനും പ്രവചിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ എറണാകുളം ജില്ല UDFന്റെ ശക്തി കേന്ദ്രമായി തുടരും എന്നർത്ഥം. ഇടുക്കി ജില്ലയിൽ 3 സീറ്റ് UDF, 2 സീറ്റ് LDF. LDFന് തിരിച്ചടിയാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുക എന്നാണ് പറയുന്നത്. കോട്ടയം ജില്ലയിൽ UDF 4 സീറ്റ്, LDF 5 സീറ്റ്. നേരിയ മേൽക്കോയ്മ LDFന് തന്നെയാണ് പ്രവചിക്കുന്നത് കോട്ടയം ജില്ലയിൽ. ആലപ്പുഴ ജില്ലയിൽ UDF നല്ല നേട്ടമുണ്ടാക്കും. 5 സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് NS മാധവൻ പറയുന്നത്. UDFന് 5 സീറ്റ്, LDFന് 4 സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. പത്തനംതിട്ട ജില്ലയിൽ UDFന് 1 സീറ്റ് ലഭിക്കും.
കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും UDF ലഭിച്ചിട്ടില്ല. ഇത്തവണ ഒരു സീറ്റ് ലഭിക്കും. ആകെയുള്ള 5 സീറ്റിൽ 4 സീറ്റ് LDF ലഭിക്കുമെന്ന് പറയുന്നു. കൊല്ലം ജില്ലയിൽ 4 സീറ്റ് UDF ലഭിക്കും എന്ന് വെച്ചാൽ നല്ല നേട്ടം UDF ഉണ്ടാക്കും എന്നർത്ഥം. 2 സീറ്റോളം അധികം നേടുമെന്നർത്ഥം. 4 സീറ്റ് UDF നേടും, LDF 7 സീറ്റ്. എന്നിരുന്നാലും മേൽക്കൈ LDF തന്നെയാണ്. അപ്പോഴും ചെറിയ നേട്ടം UDF കൊല്ലം ജില്ലയിൽ ഉണ്ടാക്കും എന്നാണ് NS മാധവൻ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 1 സീറ്റ് അധികം നേടും UDF എന്ന് പറയുന്നു. 2 UDF, 12 LDF. 1 സീറ്റ് അധികം നേടും. അത് ഏത് സീറ്റാണ് എന്ന് പറയുന്നില്ല. കഴിഞ്ഞ തവണ 1 സീറ്റ് മാത്രമാണ് UDF ഉണ്ടായിരുന്നത്. അത് കോവളം സീറ്റാണ്. ഇത്തവണ 1 സീറ്റ് കൂടി അധികം നേടാൻ സാധ്യതയുണ്ട്. അത് തിരുവനന്തപുരമാകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ഏത് സീറ്റാണ് എന്ന് NS മാധവൻ പറയുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ 2 സീറ്റ് UDF 12 സീറ്റ് LDF ലഭിക്കും. അങ്ങനെ ആകെ LDF 75 സീറ്റും UDF 65 സീറ്റും എന്നാണ് NS മാധവൻ പ്രവചിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ തള്ളിക്കളയേണ്ടതില്ല. അദ്ദേഹം IAS ഓഫീസറായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും സൂക്ഷ്മമായി വിലയിരുത്തുകയും കേരള രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് സ്വന്തമായ നിലപാട് പറയുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമില്ല. കേരളത്തെ നന്നായി അറിയുന്ന, കേരളത്തിൻ്റെ രാഷ്ട്രീയം നന്നായി അറിയുന്ന NS മാധവൻ്റെ ഈ പ്രവചനം ശരിയാകുമോ എന്നത് നമുക്ക് മെയ് 4 അറിയാൻ കഴിയും.